ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥലയിൽ 100-ലേറെ പേരെ കൊന്നുകുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ പ്രദേശത്ത് എത്തി ന്യൂസ് 18 വാർത്താ സംഘം. വനത്തിനുള്ളിൽ മണ്ണുമാന്തി തെരച്ചിൽ ഉണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം ദുരൂഹതയുടെ ചുരുളഴിക്കുമെന്ന് പ്രതീക്ഷ. SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് കൊല്ലപ്പെട്ട തൊഴിലാളി ജോയിയുടെ മകൻ അനീഷ് ന്യൂസ് 18നോട്. ആലുവയിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത അരുംകൊല. യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വീഡിയോ കോളിൽ മൃതദേഹം സുഹൃത്തുക്കളെ കാണിച്ചു. കൊല്ലപ്പെട്ടത് കൊല്ലം കുണ്ടറ സ്വദേശിനി അഖില. നേര്യമംഗലം സ്വദേശി ബിനുവാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. അഖിലയെ കൊന്നത് വിവാഹം ചെയ്യണമെന്ന് നിർബന്ധിച്ചപ്പോൾ എന്ന് മൊഴി. തൃശൂർ പുതുക്കാട് ടച്ചിങ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. കൊലപാതകം മേഫെയർ ബാറിൽ. കൊല്ലപ്പെട്ടത് തൃശൂർ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രൻ. ആമ്പല്ലൂർ സ്വദേശി സിജോ പോലീസ് കസ്റ്റഡിയിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഓപ്പറേഷൻ സിന്ദൂറിലെ നേട്ടങ്ങൾ സർക്കാർ വിശദീകരിക്കും. ആദായ നികുതി ഭേദഗതി ബിൽ അടക്കം നിരവധി നിയമനിർമ്മാണങ്ങൾ പരിഗണനയ്ക്ക്. സി സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് ചേരുമ്പോൾ ശശി തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച കോൺഗ്രസ് കേന്ദ്രങ്ങൾ. തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ. മനസ്സ് തുറക്കാതെ KPCC നേതൃത്വം. വെള്ളാപ്പള്ളിയുടെ കോട്ടയം പ്രസംഗത്തിൽ വിവാദം തീരുന്നില്ല. തുറന്നടിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ക്രൈസ്തവർ അനർഹമായി നേടിയത് എന്തെന്ന് വ്യക്തമാക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവി. അധികാരത്തിന്റെ അപ്പക്കഷ്ണം നീട്ടിയാൽ സമചിത്തത നഷ്ടപ്പെടുന്നവരല്ല ക്രൈസ്തവർ എന്നും വിശദീകരണം.